അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ നമ്മൾ ഇവിടെ കാസർഗോഡ് നിന്നും ദീർഘദൂര യാത്ര കഴിഞ്ഞ് കുടക് ഒസ്തോട്ട എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്ന ഈ കൊച്ചു വീട്ടിലെ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് യാത്ര നടത്തിയത്. ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച വളരെ സങ്കടമുളവാക്കുന്നവയാണ്. ഏറെ നാളത്തെ ആഗ്രഹമായ ഈ വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാനാവാതെ പാതി വഴിയിലായി ഒരുപാട് നാളുകളായി ഇങ്ങനെ കിടക്കുന്നു. ഇതിൻ്റെ പുനർനിർമ്മാണം അതിനുവേണ്ടി എല്ലാവരും ഒന്ന് സഹായിച്ചാൽ വളരെ വലിയൊരു ഹൈറായിരിക്കും. റമദാൻ മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും സഹായിച്ചാൽ ഇൻഷാ അല്ലാഹ് റമദാൻ കഴിഞ്ഞതിന് ശേഷം ഇവരിവിടെ നല്ല റാഹത്തോടെ കഴിയും. ഇപ്പോൾ ഇവർ ഈ ഷെഡിലാണ് താമസിക്കുന്നത്. വളരെ പരിതാപകരമായ അവസ്ഥയാണ്. വയസ്സായ ഒരു ഉപ്പയും ഉമ്മയും അതോടൊപ്പം തന്നെ അവരുടെ മകളും അവരുടെ ചെറിയൊരു കുഞ്ഞുമോളും പിന്നെ മുത്തഅല്ലിമായ ഒരു പൊന്നുമോനും അവൻ ദർസിൽ പഠിക്കുകയാണ് വീരാജ്പേട്ടയിൽ. അവരെല്ലാവരെയും കാണിക്കുന്നതിനൊരു പരിധിയുണ്ട്. അഭിമാന പ്രശ്നമുള്ളത് കൊണ്ട് കാണിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ വജ്ഹിനെ ആഗ്രഹിച്ചുകൊണ്ട് നല്ലൊരു നീയത്തോടു കൂടി എല്ലാവരും ഒന്ന് സഹായിക്കുക. വലിയൊരു വിഷമകരമായ അവസ്ഥയിലാണ് ഇത് കിച്ചനാണ് കേട്ടോ. ഇവരാണ് ഇവിടെ ഭക്ഷണം കാര്യങ്ങളിൽ ഉണ്ടാക്കുന്നത്. ഇത്രയും ഒരു സങ്കടം നിറഞ്ഞ വീട് നമ്മൾ ഈ അടുത്തൊന്നും പകർത്തിയിട്ടില്ല. ഇവരിപ്പോൾ എല്ലാവരും കിടക്കാൻ പറ്റിയൊരു സ്ഥലം ഇത് മാത്രമാണ്. ഇപ്പോൾ ഈ ഒരു റൂം ഇതിൻ്റെ അകത്തും ഷീറ്റ് പാകിയിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇവർക്ക് നല്ലൊരു ഭവനം നമ്മളെല്ലാവരും കൂടി ഒരുക്കി കൊടുത്താൽ പടച്ച റബ്ബ് നമുക്ക് നാളെ സ്വർഗത്തിലൊരു പ്രത്യേക ഒരിടം നൽകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നാളെ മരിച്ച് ഖബറിൽ കിടക്കുമ്പോൾ സന്തോഷത്തോടുകൂടി നമുക്ക് കിടന്നുറങ്ങാനും പറ്റും. ഇവരെ സഹായിച്ചാൽ ഇവരെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും എൻ്റെ ചുവടെ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് ഒരു മുത്തഅല്ലിമായ പൊന്നുമോനുണ്ട്. അവൻ വീരാജ്പേട്ടയിൽ ദർസിൽ പഠിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി സഹായിക്കുകയും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹകരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദുആ വസിയത്തോടെ ഇബ്രാഹിം ദേളിവിളപ്പ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.